കാണാമല്ലോ എന്നുള്ള സന്തോഷം കൊണ്ടാ ഞാൻ ഒറ്റക്കാലിൽ നിന്ന് നിർബന്ധമായിട്ട് നിന്നെ ഇവിടെ കെട്ടിച്ചു വിട്ടത്. നോക്ക്, ഇവിടെ മൊത്തം സിനിമാ തിയേറ്ററാ. ഉണ്ടായിട്ട് എന്താ കാര്യം? ഇതുവരെ നമ്മൾ കുടുംബമായിട്ട് ഏതെങ്കിലും ഒരു സിനിമ കാണാൻ പോയിട്ടുണ്ടോ? ഇനി ആ കുറവങ്ങനെ നികത്തും. ഇനിയിപ്പോ അറബ് നാട്ടിൽ പോയാ എന്നാ ഒരു പടം കാണാൻ പറ്റുന്നത്? എനിക്ക് സഹിക്കുന്നില്ല. ഒന്ന് ചുമ്മാതിരിക്കും. ഇതൊക്കെ ഒരു കുറവാണോ? ഫ്ലൈറ്റ് നാളെയല്ലേ? ഇപ്പൊ മണി 1 ആവുന്നേ ഉള്ളൂ. ഇന്ന് മാറ്റിനിക്ക് പോയി പടം കണ്ടാ പോരെ? അങ്ങനെയാണോ? ഇന്ന് കാണാമെന്നോ? അയ്യോ, എന്റെ മനസ്സ് നിറഞ്ഞത് ഇപ്പോഴാ. ഒരു കാര്യം ചെയ്യാം, ഞാൻ ആദ്യം തന്നെ തിയേറ്ററിൽ പോയി എല്ലാവർക്കും ടിക്കറ്റ് എടുത്ത് വെക്കാം. ഇതിനെയൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കിയാൻ കൊണ്ടുവന്നേക്ക്. എന്താണ് ആയിട്ട് കൊണ്ടുവന്നത്? കുറച്ച് നേരമായിരുന്നു തുടങ്ങിയിട്ട്. വെള്ളം വേണമെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഹലോ അപ്പാ, അണ്ണൻ ഇന്ന് വെഡിങ് ഡേയാ. അണ്ണിയോടൊപ്പം പടത്തിന് പോവാ. നാളെ കാണാം. 3 ടിക്കറ്റ്. ഹലോ, പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നാളെ വന്ന് വേണമെങ്കിൽ കാണണോ? വെക്കണ ഫോൺ. ആ ശനിയെ തൂക്കിയെടുത്ത് പുറത്ത് കളാ. ഏയ്, ആരുടെ കാര്യമാ നീ പറഞ്ഞേ? ഫോണിന്റെ കാര്യോ പറഞ്ഞേ. അത് നന്നായി. ഇല്ലെങ്കിൽ വെഡിങ് ഡേ കട്ടിംഗ് ഡേ ആയേനെ. എടാ, എല്ലാവർക്കും ടിക്കറ്റ് എടുക്കും. അണ്ണാ, 4 ടിക്കറ്റ് തന്നാ. മൊത്തം എത്ര ടിക്കറ്റ് ഉണ്ട്? 10 എണ്ണം ഉണ്ട്. മൊത്തം ഇങ്ങെടുത്തോ. ആദ്യം ഞാനല്ലേ ചോദിച്ചത്, എനിക്കല്ലേ തരേണ്ടത്? ഏയ്, എടുക്കടാ. ഏയ്, ഈ വരി നിൽക്കുന്നവരെല്ലാം മണ്ടന്മാരാണോ? പോയി ബാക്കിൽ നിൽക്കണോ? ഗുണ്ടായിസം കാണിക്കുന്നു. എടുക്കണോ? എടോ, എടുക്കാൻ. മാറണോ അങ്ങോട്ട്? നിന്റെ അടുത്തല്ലേ ഈ പറയുന്നത്? തലയും ചൊറിഞ്ഞ് നിൽക്കുന്നുണ്ടില്ലേ? ഞാൻ ആരാണെന്ന് അറിയാതെ ഇവൻ പറയുന്നേ. നോക്ക്, എന്റെ അടുത്ത് ആളാവാൻ നിൽക്കരുത്. എന്താണെങ്കിലും സംസാരിച്ച് തീർക്കാം. പറഞ്ഞു തീർത്താ പോരെ.